നമ്മുടെ ജീവിതത്തിലെ സമയത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്ന് പണം, മറ്റൊന്ന് ആരോഗ്യം. പണത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേയിരിക്കും, നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കേറെ പ്രാധാന്യമുണ്ട് പണത്തിനും ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ്. നല്ല മികച്ച ആരോഗ്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് നമുക്ക് അവിടെ മാറ്റിവെക്കാം. നല്ല ആരോഗ്യത്തോടെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ നല്ല ആരോഗ്യം നമുക്ക് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. നല്ല ആരോഗ്യം തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സകല സന്തോഷവും നഷ്ടമാവില്ലേ? ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല, അല്ലെ? അതുപോലെ ഒരു നല്ല യാത്ര നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്രയോ പണം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആരോഗ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന 8 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ 100% ഉപകാരപ്പെടുന്നതാണ്. ഓരോ പോയിന്റും ഉപകാരപ്പെടും. അത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. രാവിലെ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയം തിരഞ്ഞെടുത്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പല ആളുകളും പറയാറുണ്ട്, ഞാൻ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് എനിക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴാണ് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയത്? നിങ്ങൾ ജനിക്കുമ്പോഴേ തുടങ്ങിയതാണോ ഈ പരിപാടി? അല്ല. അപ്പോൾ ഈ ജീവിതത്തിന്റെ ഈ ശീലങ്ങളൊക്കെ, രാവിലെ എഴുന്നേറ്റിട്ട് വ്യായാമം ചെയ്യുക എന്നതൊക്കെ കുട്ടിക്കാലം മുതലേ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഓരോ കുട്ടികളും ചെയ്തു തുടങ്ങേണ്ട, ജീവിതത്തിന്റെ ഒരു ശീലമായി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിത് ചെയ്തിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകളിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നിയപ്പോൾ സമയമില്ല എന്ന എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മളതിനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ടോ എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ടോ യാതൊരുവിധ ഗുണവും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമത് പറയാനുള്ളത്, കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് വ്യായാമം ചെയ്യുക. രണ്ടാമത് പറയാനുള്ളത്, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്താണ് നല്ല ഭക്ഷണം എന്ന് പറയുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന, അല്ലെ, നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന നല്ല ഫുഡുകൾ നമ്മൾ കഴിക്കുക. പലപ്പോഴും നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡുകളൊന്നും അല്ല നമ്മൾ കഴിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഹോട്ടൽ ഫുഡുകൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അത് ബേക്കറി ഐറ്റംസ്, ഒരുപാട് ഓയിൽ കണ്ടന്റുള്ള ഫുഡുകൾ, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു സമയമാകുമ്പോൾ ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കഴിക്കുന്നത്. ഈ ശീലങ്ങൾ നമ്മൾ മാറ്റുക. നല്ല ഫുഡുകൾ, നമുക്ക് എക്കാലവും നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വല്ലപ്പോഴുമൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് അതും ഇതൊക്കെ തിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായാലോ? ബേക്കറി ഐറ്റംസ് തിന്നാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല മലയാളിയുടെ, അല്ലെ? എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ഗുണവും ഇല്ലാത്തതാണ്. കുട്ടികൾക്ക് വരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഫുഡുകളാണ്, അല്ലെ? ഇതൊക്കെ ബാഡ് ഫുഡ് ഹാബിറ്റ്സുകളാണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. നല്ല നല്ല ഫുഡുകൾ കഴിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ നല്ല വെജിറ്റബിൾസ് ഉണ്ടാകും, നല്ല ഇലക്കറികൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് കറി വെക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? ഒന്നുമില്ലാതെ കാണാൻ പറ്റും. പരമാവധി നമ്മൾ കടയിൽ പോയി വാങ്ങുന്നു, എടുത്ത് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ പോലും ഉണ്ട് നല്ല നല്ല നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടെത്തിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ കണ്ടമാനം പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രോഗികളാകുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. ഇന്ന് പല ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ ശീലങ്ങളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയാനുള്ളത്, അമിതമായിട്ട് കഴിക്കാതിരിക്കുക. നമ്മളെന്തിനു വാരി വലിച്ച് കഴിക്കുന്നത്? നമുക്ക് ആവശ്യത്തിന് കഴിച്ചാൽ പോലെ. എന്തുകൊണ്ടാണ് ഈ വയറ് ചാടുന്നത്, പൊണ്ണത്തടി വരുന്നത്, അല്ലെ? ഒരുപാട് തടി കൂടുന്നത് എന്ത് ചെയ്തിട്ടാ? നമ്മൾ അധികം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ്.
നമ്മൾ അധികം ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ മതി, കുറച്ച് കഴിച്ചാൽ മതി. ഈ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയും കലോറിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. വാരി വലിച്ച് കഴിച്ചിട്ട് നമ്മൾ തടി കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തടി കൂട്ടാൻ നമുക്ക് കുറെ കൂടി എളുപ്പമാണ്, അത് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈ തടി കൂടുന്നത് മോശമാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറവും അത് കടന്നു പോകുമെന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് മിതമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. ഇപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് നല്ല കുറച്ച് ഫുഡുകൾ മാത്രം കഴിച്ചാൽ മതി. ഒരുപക്ഷെ കുറച്ച് ചോറ് കഴിക്കണം നിർബന്ധമുണ്ടെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അതിലപ്പുറം വാരി വലിച്ച് കണ്ടമാനം ഒരു നിയന്ത്രണവുമില്ലാതെ വാരി വലിച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ നിങ്ങളോട് പറയാനുള്ളത്, വ്യായാമം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? നല്ല വിശ്രമവും ആവശ്യമുണ്ട് അല്ലെ? വിശ്രമം എന്ന് പറയുമ്പോൾ ഉറക്കം. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ? വളരെ കുറച്ച് ആളുകളെ. അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്, വിശ്രമം ആവശ്യമാണ്. ഈ ഉറക്കം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ? അത് കൃത്യമായിട്ട് കടന്നുപോയാൽ മാത്രമേ തീർച്ചയായിട്ടും നല്ല ഉറക്കം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. എത്ര ആൾക്കാർക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്? ഉറക്കച്ചടപ്പ് മാറാതെ എഴുന്നേൽക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അല്ലെ? അപ്പൊ നല്ല ഉറക്കം കിട്ടാതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഫോണിന്റെ ഉപയോഗമൊക്കെ അതിലൊരു പ്രശ്നമാണ് അല്ലെ? എത്ര സമയമാണ് നമ്മൾ ഫോൺ നോക്കുന്നത്? 11 മണി വരെ 12 മണി വരെയൊക്കെ ഫോണൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെ കണ്ടമാനം വാരി വലിച്ച് തിന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിന്റെ ഈ വേരിയേഷൻസിനൊക്കെ കാരണം ഒന്ന് നല്ല ഉറക്കം കിട്ടാത്തതാണ്. അപ്പോൾ ഈ ഹോർമോൺസ് ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നല്ല ഉറക്കം സാധ്യമാവുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ശീലങ്ങളെ ക്രമീകരിക്കുക. നല്ല ഉറക്കം തീർച്ചയായിട്ടും അത്യാവശ്യമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് 4ാമത്തെ കാര്യം. 5ാമത് പറയാനുള്ളത്, നല്ല കൃത്യനിഷ്ഠ ജീവിതത്തിലുണ്ടായിരിക്കണം. ആർക്കാണ് കൃത്യനിഷ്ഠയുള്ളത് അല്ലെ? രാത്രി നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാറുള്ളത്? ചിലപ്പോൾ 8 മണിക്ക് കഴിക്കും, ചിലപ്പോൾ 9 മണിക്ക് കഴിക്കും, ചിലപ്പോൾ 11 മണിക്ക് കഴിക്കും. ഉച്ചക്കാണെങ്കിൽ 2 മണി 3 മണി 4 മണി, രാവിലത്തെ ഫുഡ് അങ്ങനെയൊക്കെയാണ് അല്ലെ? അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് എഴുന്നേൽക്കുന്നതിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശീലങ്ങളും തോന്നിയ പോലെയാണ്. അങ്ങനെ കൃത്യമായ അടുക്കും ചേട്ടിയൊന്നുമില്ല. ഇത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രതികരിക്കുക. എന്നാൽ തോന്നും പോലെ ആയാലോ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ബാലൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് തെറ്റിപ്പോകും. അതുകൊണ്ട് എല്ലാത്തിനും ഒരടുക്കം ചിട്ടയും, നിങ്ങൾ ഉറങ്ങുന്നതിന്, എഴുന്നേൽക്കുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിന്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നത് നല്ല ആരോഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് 5ാമത്തെ കാര്യം. 6ാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനാണോ അത് ചെയ്യാം. എന്തെങ്കിലും ചെറിയ യാത്ര ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചെടുത്താൽ നിങ്ങളോടിപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, വീഡിയോ ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് എൻ്റെ മക്കളോടൊപ്പം, എൻ്റെ പാർട്ട്ണറോടൊപ്പം കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുക, അവരോടൊക്കെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നിൽക്കുക, ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. നന്നായിട്ട് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സ്വഭാവമുണ്ട്, ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. ഇതൊക്കെ എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടങ്ങളോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാനാവണം. എന്തിനാണ് അത് സാധ്യമാക്കുന്നത്? അത് എങ്ങനെയാണ് ആരോഗ്യത്തെ സഹായിക്കുന്നത്, നല്ല മികച്ച ആരോഗ്യം ലഭിക്കുന്നതിന് സഹായിക്കുന്നത്? നമ്മളെപ്പോഴും സന്തോഷങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ? നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള ചില ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലേ? നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ചില ഹോർമോണുകളാണ്. അപ്പോൾ നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നൽകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഹോർമോണുകളാണ്. എന്നാൽ സന്തോഷങ്ങൾ നൽകുന്ന ഹോർമോണുകൾ നമ്മളെ പോസിറ്റീവായിട്ട് സഹായിക്കും. സങ്കടങ്ങൾ നൽകുന്ന, നമുക്ക് ടെൻഷൻ നൽകുന്ന, സ്ട്രെസ് നൽകുന്ന ഹോർമോണുകൾ നമ്മളെ
നെഗറ്റീവായിട്ട് സ്വാധീനിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവായി സ്വാധീനിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടതുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം നമുക്ക് കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ, ഹോബീസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ നിങ്ങളുടെ സമയം ചെലവഴിക്കുക. അപ്പോഴൊക്കെയാണ് ജീവിതം കുറെ കൂടി മനോഹരമാകുന്നത്. ആ മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെ ബെറ്റർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത് നിങ്ങളോട് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്, ഓവർ തിങ്കിങ് ഇതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. ടെൻഷനൊക്കെ ഉണ്ടാവും, സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടൊക്കെ തിങ്ക് ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഇതിനെയൊന്നും നമ്മൾ കൊണ്ടുപോകരുത്. ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തീർത്തിട്ട് വേണം നിങ്ങൾ വീട്ടിലേക്ക് വരാൻ. വീട്ടിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ട് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ അതൊക്കെ കുറച്ച് സമയത്തിനപ്പുറം നിങ്ങൾ തീർക്കണം. കാരണം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, മനസ്സിൽ ടെൻഷനും സങ്കടങ്ങളും സ്ട്രെസ്സും ഒക്കെ കയറി വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ ദിവസം ടെൻഷൻ അടിച്ച് ജീവിച്ചു നോക്കിയേ, നിങ്ങളുടെ ശരീരമൊക്കെ ക്ഷയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്ത് ചെയ്യട്ടെ? അപ്പോൾ നമ്മുടെ ഈ മാനസികമായ വികാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ടെൻഷൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടാതിരിക്കുക. അതിനൊക്കെ ഒരു നിയന്ത്രണ രേഖ അതിൽ കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്ത് സമചിത്തതയോടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ പക്ഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് ഏഴാമത് പറയാനുള്ളത്. ഇനി എട്ടാമത്, ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റുക എന്നുള്ളതാണ്. ദുശീലം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് മദ്യപാനം, സ്മോക്കിങ്ങും തന്നെയാണ്. അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വല്ലപ്പോഴുമൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചു എന്ന് കരുതി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലപ്പുറം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് ഈ ശീലങ്ങളെയൊക്കെ കൊണ്ടുവന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പല അസുഖങ്ങളും കയറി വരിക. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളെ കൂടി അപകടത്തിലാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ദുശീലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പരമാവധി മികച്ച രീതിയിൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള എട്ടാമത്തെ കാര്യം. 8 കാര്യങ്ങൾ പറഞ്ഞു. ഈ 8 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നല്ല ആരോഗ്യത്തിലേക്ക് നയിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ജീവിതകാലം മുഴുവൻ നല്ല ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.